കളമശ്ശേരിയിൽ വീട്ടമ്മയുടെ മാല പൊട്ടിച്ചു. കളമശ്ശേരി കൂനന്തൈ സ്റ്റേഷനറി കട നടത്തുന്ന നാസിലത്തിന്റെ മാലയാണ് പൊട്ടിച്ചത്. കടയിൽ കയറി യുവതിയുടെ കഴുത്തിലെ മാല പൊട്ടിച്ചു കടന്നു കളയുകയായിരുന്നു മോഷ്ടാവ്. CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. റിപ്പോർട്ടിലേക്ക്. കൂനന്തൈ അമ്പലം തോടിലുള്ള ഈ അന്തുമുക്ക് ജംഗ്ഷനിൽ വെച്ചാണ് ഇന്നലെ ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി ഈ കടയിലെ ഉടമയായിട്ടുള്ള നാസിലത്തിന്റെ മാലയാണ് ഇന്നലെ വന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയത്. ഏകദേശം 25 വയസ്സ് പ്രായം തോന്നിക്കുന്ന ചെറുപ്പക്കാരനെന്നാണ് നാസിലത്ത് പറഞ്ഞത്. പക്ഷേ ഇക്കാര്യങ്ങൾ പങ്കുവെക്കാൻ നാസിലത്ത് തയ്യാറായിട്ടില്ല. ഇതാണ് കട. ഇന്നിപ്പോൾ കട അടച്ചിട്ടിരിക്കുകയാണ്. കാരണം കടയിലേക്ക് വരാൻ പേടി എന്നാണ് അവർ പറഞ്ഞത്. അത്രയേറെ അവർ ഭയപ്പെട്ടു. ഇന്നലെ കടയിൽ അവർ ഒറ്റക്ക് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. വൈറ്റ് പേപ്പർ ചോദിച്ചാണ് വരുന്നത്. വൈറ്റ് പേപ്പർ എടുത്തു വെക്കാൻ പറഞ്ഞു. 2 തവണ കയറി ഇറങ്ങുന്നു. 3ാമത്തെ തവണ കയറിയ ശേഷം പിന്നീട് നാസിലത്തിൻ്റെ കഴുത്തിലെ 1.5 പവൻ്റെ മാല പൊട്ടിച്ച് കടന്നു കളയുകയായിരുന്നു. വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട ശേഷമായിരുന്നു ഈ കടയിലേക്ക് അയാൾ കയറിയത്. ആ സമയത്ത് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടത്. പെട്ടെന്ന് പോകാനാണ് എന്ന് പറഞ്ഞു. കൂടാതെ ഹെൽമറ്റും അയാൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഹെൽമറ്റ് വെച്ചത് തൊട്ട് മുമ്പ് പോലീസ് ഫൈൻ അടിച്ചു. അപ്പോൾ ഹെൽമറ്റ് ഊരണ്ട എന്ന് കരുതി അങ്ങനെ വെച്ചത്. അപ്പോൾ അങ്ങനെ കുറച്ചു നേരം സംസാരിച്ചിട്ടൊക്കെയാണ് ഇയാൾ ഈ മാല മോഷ്ടിച്ച് കടന്നു കളഞ്ഞതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നിലവിൽ കളമശ്ശേരി പോലീസ് ഇവിടെ എത്തി പരിശോധനയും കാര്യങ്ങളൊക്കെ നടത്തി. ആ കടയിലെ CCTV-യിലാണ് ഈ ദൃശ്യങ്ങൾ കൃത്യമായി പതിഞ്ഞത്. ഈ മാല പൊട്ടിച്ച് കൊണ്ടുപോകുമ്പോൾ പുറകെ പിന്തുടർന്ന് അയാളെ പിടികൂടാൻ നാസിലത്ത് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വാഹനത്തിലായതിനാൽ പിടിക്കാനും പറ്റിയില്ല. എന്തായാലും അയാൾ തൊട്ടപ്പുറത്തെ റോട്ടിലേക്കാണ് കടന്നു കളഞ്ഞത്. പോലീസ് ഇത് സംബന്ധിച്ച് കൂടുതൽ CCTV-യും മറ്റും കേന്ദ്രീകരിച്ച് ഇപ്പോൾ അന്വേഷണം നടക്കുകയും ചെയ്യുന്നുണ്ട്. മനോജ് മാടശ്ശേരിക്കൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.